കഥയെ ആരംഭിക്കുന്നത് റേഡിയോ ഹോസ്റ്റായ എറിക്ക ബെയിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് പതിവ് പോലെ അവർ ജോലിയിലായിരുന്നു. അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ അവൾ ഫിയാൻസിയായ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഡേവിഡ് കിർമാണി. അദ്ദേഹവും ഒന്നിച്ച് സെൻട്രൽ പാർക്കിൽ ഒരു വോക്കിന് പോകാം എന്നവൾ പ്ലാൻ ചെയ്തു. അവളുടെ കൂട്ടുകാരനായ നിക്കോളിന്റെ മ്യൂസിയത്തിനടുത്ത് നിന്നായിരുന്നു ഡേവിഡ് അവളെ പിക്ക് ചെയ്യുന്നത്. ഡേവിഡ് എത്തുമ്പോ ഡേവിഡിന്റെ വളർത്തുനായ കർട്ടിസും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇരുവരും അങ്ങനെ നടക്കാനിറങ്ങി. നടക്കുന്ന വഴിയിൽ ഡേവിഡ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമ്മ കല്യാണക്കാര്യത്തെ പറ്റി സംസാരിക്കുന്നു എന്ന കാര്യമൊക്കെയായിരുന്നു ഡേവിഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരങ്ങനെ സംസാരത്തിൽ ശ്രദ്ധ കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോ പെട്ടെന്നായിരുന്നു കർട്ടിസ് കൈവിട്ടു പോയത്. മുമ്പിലുള്ള ഒരു തുരങ്കം പോലത്തെ ഭാഗത്തിനകത്തേക്ക് അവൻ ഓടിക്കയറി. അവരും പിന്നാലെ കർട്ടിസിനെ നോക്കി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ടേക്കെത്തി അവർ കണ്ടതോ 3 പ്രശ്നക്കാരായ ആളുകൾ കർട്ടിസിനെ പിടിച്ചുവെച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെയുള്ള ആളുകളാണ്. കണ്ടാൽ തന്നെ മനസ്സിലാകും. അവരാണെങ്കിൽ കർട്ടിസിനെ ഉപദ്രവിക്കാനും മറ്റും ആരംഭിക്കുന്നുമുണ്ട്. ഡേവിഡും എറിക്കയും ചേർന്ന് നായയെ വിട്ടുതരാനൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ പ്രശ്നക്കാരാകട്ടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു. എൻഗേജ്മെന്റ് റിങ്ങും വാച്ചും എല്ലാം അടക്കം എടുത്തു തരാൻ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരാളാകട്ടെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അതൊക്കെ കണ്ട ആ പ്രശ്നക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എറിക്കയ്ക്കെതിരെ ആ ഗുണ്ടകൾ തിരിഞ്ഞപ്പോ ഡേവിഡ് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്തിനേറെ പറയുന്നു, അവർ അതിന്റെ പേരിൽ ഡേവിഡിനെ തല്ലിച്ചതയ്ക്കുകയാണ്. അന്നവിടെ ക്രൂരമായ ഉപദ്രവങ്ങൾ വരെ നടന്നു. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പട്രോളിംഗിൽ ഇറങ്ങിയ പോലീസുകാർ അവരെ കണ്ടെത്തുന്നത്. ഉടനടി അവർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. ഡിറ്റക്റ്റീവ് ഷോൺ മേഴ്സറും പാർട്ട്ണറുമായിരുന്നു കാര്യങ്ങളും സ്ഥിതിഗതികളും അറിയാൻ അന്വേഷണം ഏറ്റെടുത്ത് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഈ സമയം ആത്മഹത്യയെന്ന് സംശയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഒരിടത്തുനിന്ന് കണ്ടുകിട്ടിയിരുന്നു. അതിന്റെ പരിശോധനയും അവർ വന്നതിന്റെ പിന്നിലുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മകളുടെ അടുക്കൽ ചെന്ന് ഡിറ്റക്റ്റീവ് സംസാരിച്ചു. പക്ഷെ അവൾ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയമാണ് അങ്ങോട്ടേക്ക് മോറോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കയറി വരുന്നത്. താൻ സോയിയുടെ അച്ഛനാണെന്നും മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ബഹളം കൂട്ടാൻ തുടങ്ങി. അയാളുടെ പരുക്കൻ പെരുമാറ്റവും മറ്റും അവിടെ കുറച്ച് വിഷയങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒടുവിൽ ഡിറ്റക്റ്റീവ് ഷോണായിരുന്നു മുന്നിട്ട് വന്ന് അയാൾ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. വൈകാതെ ഷോൺ ഒരു കാര്യം മനസ്സിലാക്കി. മോറോ സോയയുടെ സ്റ്റെപ്പ് ഡാഡാണ്, അതായത് രണ്ടാനച്ഛൻ. ആ സംഭവം നടന്ന് 3 ആഴ്ച പിന്നിട്ടപ്പോഴായിരുന്നു എറിക്കയ്ക്ക് ബോധം തെളിയുന്നത്. ആ 3 ആഴ്ചയോളം അവൾ കോമയിലായിരുന്നു. എഴുന്നേറ്റ് അവളെ കാത്തിരുന്നത് ദുരിതപൂർണമായ ആ വാർത്തയായിരുന്നു. അന്നത്തെ അറ്റാക്കിൽ ഡേവിഡ് കൊല്ലപ്പെട്ടു. ഡേവിഡിന്റെ അമ്മ തന്നെയായിരുന്നു വന്ന ആ വിവരം അവളെ അറിയിച്ചത്. എറിക്കയ്ക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാനോ താങ്ങാനോ പറ്റുന്നൊരു വാർത്തയായിരുന്നില്ല അത്. അവൾ അതിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറച്ച് നാളുകൾ തന്നെ എടുത്തു ഒന്ന് സുഖപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് എറിക്കയ്ക്ക് ഡിസ്ചാർജ് ആവുവാൻ. ഒടുവിൽ ഡിസ്ചാർജായി എറിക്ക വീട്ടിലെത്തിയെങ്കിലും ഒന്നും അങ്ങോട്ടേക്ക് നോർമൽ ആവുന്നുണ്ടായിരുന്നില്ല. ഡേവിഡിന്റെ ഓർമ്മകളും മറ്റും അവളെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് കൊത്തിവലിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും അവൾ വെറുതെ ഒരുപാട് സങ്കടപ്പെട്ടു. ഉള്ളിൽ ചെറുതായി ഭയവും ഉടലെടുക്കാൻ തുടങ്ങി. പുറത്ത് പോകാൻ ഭയം, പുറത്തു പോയാൽ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന ഭയം. എപ്പോഴും തിരിഞ്ഞു നോക്കും. അവൾ തങ്ങൾക്കെതിരെ നടന്ന അക്രമം റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പക്ഷെ പോലീസുകാർക്ക് അത്രയും നാൾ കഴിഞ്ഞ ഒരു കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ എല്ലാം കൊണ്ടും മടുത്ത് അവൾ സ്റ്റേഷൻ വിട്ടിറങ്ങി. പോകുന്ന വഴിയിൽ ഒരു ഗൺ ഷോപ്പിൽ കയറി. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സ്വയം പ്രതിരോധത്തിന് ഒരു തോക്ക് വാങ്ങുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. പക്ഷേ അവിടെ ചെന്നപ്പോഴോ ഒരു തോക്ക് കിട്ടാൻ ലൈസൻസിനും മറ്റുമായി ഒരുപാട് ഫോർമാലിറ്റികളുണ്ട്. അങ്ങനെ വെറുതെ ഒരു തോക്കൊന്നും കിട്ടില്ല. ആഴ്ചകളും മാസങ്ങളും അതിന് സമയമെടുത്തേക്കും. അവൾക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷനും വല്ലാത്ത ആശങ്കയും തോന്നി. എങ്ങനെയും സേഫ് ആയിരിക്കണം എന്ന ചിന്ത മാത്രമാണ് അവൾക്കുള്ളത്. എന്തായാലും അവൾ ആ ഷോപ്പിൽ നിന്നിറങ്ങി. ആ സമയമാണ് ഒരാൾ അവളെ പിന്തുടർന്നെത്തിയത്. രേഖയും മറ്റൊന്നുമില്ലാതെ ഒരു ഇല്ലീഗൽ തോക്ക് അവൾക്ക് കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. പക്ഷെ $1000 കൊടുക്കണം. തന്റെ സുരക്ഷ മാത്രമായിരുന്നു എറിക്കയുടെ മുമ്പിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ഉള്ളിൽ വല്ലാത്ത ഭയം നിറഞ്ഞിരിക്കുന്ന സമയമാണ്. എറിക്ക ഒന്നും നോക്കിയില്ല. അയാളിൽ നിന്നും ആ തോക്ക് വാങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എറിക്ക ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രശ്നക്കാരനായ ഒരാൾ കടന്നു വരുന്നത്. ആ ഷോപ്പിലെ ക്യാഷറായ തന്റെ മുൻഭാര്യയെ അയാൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എറിക്ക അത് കണ്ട് ഭയപ്പെട്ടിരുന്നു. അവൾ മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അവളുടെ ഫോൺ ആ സമയത്ത് റിങ് ചെയ്തു. അതോടെ തന്റെ ഭാര്യയെ കൊന്ന ആ പ്രശ്നക്കാരൻ മുമ്പോട്ട് വന്ന് എറിക്കയെ നോക്കാൻ തുടങ്ങി. കണ്ടുകിട്ടിയാൽ എറിക്കയെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. എറിക്ക വല്ലാതെ ഭയന്നിരുന്നു. അയാൾ തന്റെ എതിരിലെത്തിയതും എറിക്ക ഒട്ടും മടിച്ചില്ല. തന്റെ തോക്കെടുത്ത് തുടർച്ചയായി 3 വെടിയുണ്ടകൾ അയാൾക്കെതിരെ പായിച്ചു.
അതിലൊരു വെടിയുണ്ട തറച്ച് അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നാലെ ആ ഷോപ്പിലെ സെക്യൂരിറ്റി ഫൂട്ടേജ് കൈക്കലാക്കി അവിടെ നിന്നിറങ്ങി അവൾ രക്ഷപ്പെടുകയാണ്. വൈകാതെ അങ്ങോട്ടേക്ക് പോലീസ് എത്തി. ഡിറ്റക്റ്റീവ് ഷോണിനായിരുന്നു ആ കേസിന്റെയും അന്വേഷണ ചുമതല. സാഹചര്യങ്ങളും ചുറ്റുഭാഗത്തെ തെളിവുകളുമെല്ലാം ഷോൺ പരിശോധിച്ചു. ഒടുവിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ആളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഷോൺ പ്രഥമ ദൃഷ്ടിയായുള്ള നിഗമനത്താൽ തിരിച്ചറിഞ്ഞു. ഇറക്കിയാകട്ടെ ഒന്നും അറിയാത്ത പോലെ തന്റെ ജോലിക്ക് പോയി. അന്ന് ജോലിയിൽ ഇറക്ക സംസാരിച്ചത് മുഴുവൻ ന്യൂയോർക്ക് എന്ന നഗരത്തെ പറ്റിയായിരുന്നു. എത്രമാത്രം സേഫായി എല്ലാവർക്കും തോന്നിയിരുന്ന നഗരമായിരുന്നു അത്. ഇപ്പോൾ ശാന്തത കെട്ട് എല്ലാവരും ഭയപ്പെടുന്ന തരത്തിലാണ് നഗരം നിലകൊള്ളുന്നത് എന്നൊക്കെ അവൾ പറഞ്ഞു. പിന്നാലെ ഇറക്കയുടെ ജീവിതത്തിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഇറക്ക അന്ന് സബ്വേയിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ക്രിമിനലുകളായ രണ്ടുപേർ ഒരു പയ്യനുമേൽ ബലം പ്രയോഗിച്ച് മോഷണത്തിന് ശ്രമിക്കുന്നത് അവൾ കാണുന്നത്. ആ സമയം സബ്വേയിലുണ്ടായിരുന്ന കുറച്ച് പ്രായമേറിയ മനുഷ്യനും അയാളുടെ മകനും അതിനൊന്നും സാക്ഷിയാവാൻ പറ്റില്ലെന്ന് കണ്ട് അടുത്ത സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തിയപ്പോ അതിൽ നിറങ്ങിയോടി. ഇറക്ക മാത്രം അവിടെ തുടർന്നിരുന്നു. കള്ളന്മാരായ പ്രശ്നക്കാർ പിന്നാലെ ഇറക്കയുടെ അടുത്തേക്ക് എത്തി. ഇറക്ക ഒട്ടും മടിച്ചില്ല. തന്റെ തോക്ക് പുറത്തെടുത്തു. രണ്ടുപേരെയും വെടിവെച്ചങ്ങു കൊന്നു. ഇറക്കയ്ക്ക് ഒരു പരിഭ്രാന്തിയും അന്ന് തോന്നിയില്ല. അന്ന് ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയവൾ നേരെ അടുത്തുള്ളൊരു ബാറിലേക്ക് കയറി ഒന്ന് ഫ്രഷപ്പായി. മുമ്പും ഇറക്ക ചെയ്തത് അതുതന്നെയായിരുന്നു. അധികം വൈകാതെ അങ്ങോട്ടേക്ക് ഷോണും തന്റെ ടീമും എത്തി. സബ്വേ ഷൂട്ടിങ്ങിനെ പറ്റിയും അന്വേഷണം ആരംഭിച്ചു. അതൊരു മോഷണ ശ്രമമാണ് എന്ന് വൈകാതെ തന്നെ ഷോൺ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഒന്നും മോഷണം പോയതിന്റെ ലക്ഷണവുമില്ല. അവിടെ നിന്ന് കിട്ടിയ ബുള്ളറ്റ് കേസിങ്ങുകൾ പരിശോധിച്ചപ്പോ അത് ആ കൺവീനിയൻസ് സ്റ്റോറിൽ വെച്ച് നടന്ന ഷൂട്ടൌട്ടുമായി ബന്ധപ്പെട്ട ബുള്ളറ്റുകളാണ് എന്ന കാര്യവും അവർ തിരിച്ചറിഞ്ഞു. ഒരേ വ്യക്തിയാണ് രണ്ട് ഷൂട്ടൌട്ടും നടത്തിയിരിക്കുന്നത്. ഇതേസമയം പുറത്ത് ഇറക്ക ബാറിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷോണിനെ മീഡിയ സംഘം ചുറ്റിവളയുന്നതും പിന്തുടരുന്നതുമൊക്കെ അവൾ നോക്കിക്കണ്ടു. ഷോൺ പെട്ടെന്നാണ് ഇറക്കയെ കാണുന്നത്. സെൻട്രൽ പാർക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ട സ്ത്രീ എന്ന തരത്തിൽ ഷോൺ ഇറക്കയെ ഉടനടി തിരിച്ചറിഞ്ഞു. അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ വേണ്ടി ഷോൺ അടുത്തു ചെന്നു. പക്ഷേ താൻ ഷോണിന്റെ ഒരു ഇന്റർവ്യൂ ആവശ്യപ്പെടാൻ വന്നതാണ്, തന്റെ റേഡിയോ പ്രോഗ്രാമിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു ഭാവമാറ്റവും കാണിക്കാതെ പിടിച്ചു നിന്നു. ഇതേസമയം ഷോൺ പറഞ്ഞു, എന്റെ പ്രൈവറ്റ് ലൈഫ് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂവിലേക്കൊന്നും ഞാനില്ല. എങ്കിൽ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്ക മാറുകയും ചെയ്തു. അന്ന് സ്റ്റേഷനിലെത്തിയപ്പോ ഷോണിന് വെറുതെ കുറച്ച് വൈൽഡ് ഗസുകൾ തോന്നാൻ തുടങ്ങി. ഇറക്കയ്ക്ക് ഷൂട്ടിങ്ങുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ എന്നൊക്കെ അയാൾ ചിന്തിച്ചു. തന്റെ മുഴുവൻ ടീമിനെയും രണ്ട് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്താനും കൂടുതൽ സാക്ഷികൾ കിട്ടുമോ എന്ന് നോക്കാനും വേണ്ടി ഷോൺ പറഞ്ഞയച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഷോൺ ഇറക്കയുടെ റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തി. അക്ഷരാർത്ഥത്തിൽ അവൾ കുറച്ച് പാനിക്കായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഷോണിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇറക്കാന്നും ശ്രമം നടത്തി. പക്ഷേ താൻ വന്നത് ഇറക്കാന്ന് പറഞ്ഞ ഇന്റർവ്യൂവിനാണ് എന്നായിരുന്നു ഷോൺ പറഞ്ഞത്. അതോടെ ഇറക്ക അക്ഷരാർത്ഥത്തിൽ പെട്ടു. ഷോണിന്റെ മുമ്പിൽ തുടരാതെ ഇന്റർവ്യൂ എടുക്കാതെ ഇറക്കയ്ക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. എന്തായാലും ഇറക്ക ഇരുന്ന് ഷോണിന്റെ ഇന്റർവ്യൂ എടുക്കാൻ ആരംഭിച്ചു. ഇന്റർവ്യൂ തുടരുമ്പോൾ ടിവിയിൽ ഒരു ന്യൂസ് ഫ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വാർത്ത ഇറക്ക ആശുപത്രിയിൽ കിടന്നപ്പോ ആശുപത്രിയിൽ വന്ന് മകൾക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കിയ മോറോ എന്ന ബിസിനസ്സുകാരനുണ്ടല്ലോ, അയാളെ പറ്റിയായിരുന്നു. അയാള് വളരെ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരനാണ്. എല്ലാത്തരം ഇല്ലീഗൽ ഇടപാടുകളുമുണ്ട്. ഇറക്ക അതിനെപ്പറ്റി ഷോണിനോട് ചോദിച്ചു. ഷോൺ പറഞ്ഞു, മോറോയുടെ ഈ ഇല്ലീഗൽ ഇടപാടുകളെ പറ്റിയൊക്കെ ഭാര്യ മനസ്സിലാക്കിയിരുന്നു. ഭാര്യ അത് പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് കണ്ടത് അയാളുടെ ഭാര്യ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. പോലീസിനോട് എന്തെങ്കിലും ടെസ്റ്റിഫൈ ചെയ്യുന്നതിന് മുമ്പേ അവൾ കൊല്ലപ്പെട്ടു. മോറോയ്ക്ക് മേൽ സ്വാഭാവികമായും സംശയങ്ങൾ തിരിയുമെങ്കിലും യാതൊരുവിധ തെളിവുകളുമില്ല. ഷോൺ പിന്നാലെ ഇറക്കയോട് ചോദിച്ചു, ആഴ്ചകൾക്ക് മുമ്പാണല്ലോ നിങ്ങൾക്കൊരു അക്രമം നേരിട്ടത്. അതിന്റെ ട്രോമയിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് പുറത്തു കടന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ഇത്ര ആക്റ്റീവായിട്ടിരിക്കുന്നത്? ഷോണിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയണം എന്നിറക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദഗ്ധമായി ഇറക്ക ആ ടോപ്പിക്ക് തന്നെ അങ്ങ് മാറ്റി. പക്ഷേ ഇറക്കയുടെ ആ നീക്കം ഷോണിന്റെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചതേയുള്ളൂ. മുമ്പ് നടന്ന ഷൂട്ടിങ്ങുകളിൽ ഇറക്കയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ എന്ന കാര്യത്തിൽ ഷോൺ കൂടുതൽ സംശയിച്ചു. പക്ഷേ ഇറക്കയ്ക്കെതിരെ ഒരു തെളിവ് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇറക്കയെ അറസ്റ്റ് ചെയ്യാനും അങ്ങനെ ചോദ്യം ചെയ്യാനും സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെ തുടരാനും ഇറക്കയ്ക്ക് സംശയമൊന്നും കൊടുക്കാതെ മുമ്പോട്ട് പോവാനും ഷോൺ തീരുമാനിച്ചു. ഷോൺ ഇറക്കയ്ക്ക് തന്റെ ബിസിനസ് കാർഡ് കൊടുത്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട എന്നും പറഞ്ഞു. ഒരു ദിവസം രാത്രി വൈകി തന്റെ റേഡിയോ ഷോ കഴിഞ്ഞ് ഇറക്ക റോഡിലൂടെ പോവുകയാണ്. പെട്ടെന്നായിരുന്നു ഒരു കാർ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നത്. അവളുടെ അടുത്ത് നിർത്തി ആ കാർ ഡ്രൈവർ അവളെ വിളിച്ചു. ആദ്യം അവൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും പിന്നാലെ ആ കാറിൽ ഒരു ചെറിയ പെൺകുട്ടിയെ അവൾ കാണുകയാണ്. അതോടെ അവൾ അടുത്തേക്ക് ചെന്നു. ക്ലോയി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ബോധരഹിതയായി അവൾ പിൻസീറ്റിൽ കിടക്കുകയാണ്. നല്ല രീതിയിൽ മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ
ഉപയോഗിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അതിന്റെ അവശതയായിരുന്നു ക്ലോയിയിൽ കാണപ്പെട്ടത്. എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി കാറിന്റെ പിൻസീറ്റിലേക്ക് കയറി ക്ലോയിയെ എറിക്ക സഹായിക്കാൻ ശ്രമിച്ചു. വളരെ പെട്ടെന്ന് തന്നെ എറിക്കയ്ക്ക് കാര്യം മനസ്സിലായി. ക്ലോയിയെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ ഓടിക്കുന്ന വ്യക്തി പറഞ്ഞു, എറിക്ക ലക്ഷ്യസ്ഥാനം എത്തുന്നവരെ ഈ ക്ലോയിയുടെ അമ്മയായൊന്ന് അഭിനയിക്കണം. എറിക്കയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പേ അയാൾ കാറിന്റെ ഡോറുകൾ അടച്ചു. എറിക്ക ഒട്ടും മടിച്ചില്ല. തന്റെ തോക്കെടുത്ത് അയാളുടെ തലയിൽ വെച്ചു. അയാളോട് ആവശ്യമുള്ളത്രയും പണം ക്ലോയിക്ക് കൊടുക്കാനും കാറിന്റെ ഡോർ ലോക്ക് തുറക്കാനും ആവശ്യപ്പെട്ടു. അയാൾ ഭയന്ന് എറിക്ക പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്തു. എറിക്ക പിന്നാലെ അവശതയിലായിരുന്ന ക്ലോയിയെ തട്ടിയെഴുന്നേൽപ്പിച്ചു. അവളുമായി പുറത്തിറങ്ങി അവളെ താങ്ങിപ്പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരംഭിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ആ കാറുകാരൻ വണ്ടി ഉപയോഗിച്ച് അവരിടിക്കാൻ പാഞ്ഞു വരാൻ തുടങ്ങി. എറിക്ക ഒട്ടും മടിച്ചില്ല. ക്ലോയിയെ വിട്ട് തന്റെ തോക്കെടുത്ത് അയാൾക്ക് നേരെ വെടിവെച്ചു. നിയന്ത്രണം വിട്ട കാർ ക്ലോയി ഇടിക്കുകയും പിന്നാലെ എവിടെയോ ചെന്ന് ഇടിച്ചു നിൽക്കുകയും ചെയ്തു. ആ അപകടത്തിൽ കാർ ഓടിച്ച ആ വ്യക്തി കൊല്ലപ്പെട്ടു. ക്ലോയിയുടെ കാലിനു മുകളിലൂടെ കാർ കയറിയിറങ്ങിയതുകൊണ്ട് അവൾക്ക് സാരമായി പരിക്കും പറ്റി. ഭാഗ്യവശാൽ പിന്നാലെ അങ്ങോട്ടേക്ക് പോലീസ് സംഘം പാഞ്ഞെത്തുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ക്ലോയിയെ അവിടെ വിട്ട് എറിക്ക അവിടെ നിന്ന് മാറി നിന്നു. എന്തായാലും എറിക്ക അങ്ങനെ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിയ വിവരം മറ്റൊരു തരത്തിൽ നാടൊട്ടുക്കും പരന്നു. എറിക്കയാണത് ചെയ്തത് എന്ന തരത്തിൽ ആർക്കും അറിയില്ലെങ്കിലും ഏതോ ഒരു ലേഡി ധൈര്യപൂർവ്വം അത്തരത്തിലൊരു കാര്യം ചെയ്തു എന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നതോടെ അവരെല്ലാവരും ധീരെ എന്ന് വിളിച്ച് അഭിനന്ദിക്കാനും ഒക്കെ ആരംഭിച്ചു. ഇതൊക്കെ കണ്ട് എറിക്ക സന്തോഷിക്കുന്നുമുണ്ട്. അവളുടെ ആ കഥ അവളുടെ റേഡിയോയിൽ പോലും വലിയ തരംഗം സൃഷ്ടിച്ചു. പക്ഷേ എറിക്ക അത് താനാണ് എന്നാരോടും പറഞ്ഞതേയില്ല. ഒരു ദിവസം രാത്രിയിൽ എറിക്കയ്ക്ക് എന്ത് ചെയ്താൽ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എറിക്ക മോറോയുടേത് എന്ന് കരുതുന്ന ഒരു ബിൽഡിംഗിലേക്ക് കയറി ചെന്നു. ആ സമയം എറിക്ക ഷോണിനെ വിളിച്ചു. രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. അവർ തമ്മിൽ സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോറോ അങ്ങോട്ടേക്ക് എത്തുന്നത്, ആ ബിൽഡിംഗിന്റെ എലവേറ്ററിൽ കയറുന്നത്. എറിക്ക അയാളെ പിന്തുടരാൻ ആരംഭിച്ചു. ഇതേ സമയം സംസാരത്തിൽ എറിക്ക ഇപ്പോൾ വീട്ടിലില്ലെന്ന് മനസ്സിലാക്കിയ ഷോണാകട്ടെ കുറച്ച് വല്ലാതാവാൻ തുടങ്ങിയിരുന്നു. ലിഫ്റ്റിൽ നിന്നിറങ്ങിയ മോറോയുടെ അടുത്തേക്ക് എറിക്ക കടന്നു ചെന്നു. അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിരുന്നു. മോറോയോട് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊന്നത് എന്ന് എറിക്ക ചോദിച്ചു. പക്ഷേ എറിക്ക ഒരു ജേർണലിസ്റ്റ് ആണെന്നും തന്റെ കാര്യങ്ങൾ കുത്തി ചോദിക്കാനും ഒക്കെ കുത്തി പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരു പ്രശ്നക്കാരിയാണ് എന്നും ചിന്തിച്ച് മോർ ഒരു സ്റ്റീൽ ബാർ ഉപയോഗിച്ച് എറിക്കയെ ആക്രമിക്കാൻ ശ്രമിച്ചു. എറിക്ക പക്ഷേ കാര്യങ്ങൾ മുമ്പേ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവൾ ഒട്ടും മടിച്ചില്ല. മോറോയെ തിരികെ ആക്രമിക്കുകയും ഉയരത്തിലുള്ള ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് അയാളെ തല താഴേക്കിടുകയും ചെയ്തു. പിന്നാലെ താഴെ വീണ് കൊല്ലപ്പെട്ട നിലയിൽ മോറോയുടെ മൃതശരീരം കണ്ടെത്തുകയാണ്. പോലീസ് സംഘം മൃതദേഹം പരിശോധിക്കാനും സാധ്യതകൾ വിശകലനം ചെയ്യാനും തുടങ്ങി. പക്ഷേ മോറോയുടെ ആക്രമണത്തിൽ എറിക്കയ്ക്കും നല്ല പരിക്കേറ്റിരുന്നു. അവൾ തന്റെ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോൾ അവളെ സഹായിച്ചത് അവളുടെ അയൽവക്കക്കാരിയായിരുന്നു. ഒരു നഴ്സായിരുന്ന അവർ എറിക്കയുടെ കയ്യിലെ മുറിവിൽ സ്റ്റിച്ചിട്ട് കൃത്യമായി ഡ്രസ്സ് ചെയ്തു. എറിക്ക ആ സമയം ഒരു മോശം മനുഷ്യനെ താൻ ഇന്ന് വകവരുത്തിയെന്ന കാര്യം അവരോട് ക്ലിയറായി പറഞ്ഞു. എറിക്കയുടെ ധൈര്യത്തെയും എറിക്ക ചെയ്ത പ്രവൃത്തിയെയും ഏറെ ബഹുമാനത്തോടെയായിരുന്നു അവർ നോക്കിക്കണ്ടത്. ഇതിനിടയിൽ ഷോൺ എറിക്കയെ വിളിച്ചു. ഒരു തവണ എറിക്കയെ മീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. തന്റെ പരിക്കേറ്റ കൈ ഒരു ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിക്കുന്ന തരത്തിൽ വളരെ വിദഗ്ധമായി വസ്ത്രം ധരിച്ചായിരുന്നു എറിക്ക അന്ന് ഷോണിനെ കാണാനെത്തിയത്. എറിക്കയുമായി ഷോൺ പോയത് നേരെ ആശുപത്രിയിലേക്കാണ്. ക്ലോയിയുടെ മുമ്പിലേക്ക് അവർ ചെന്നു നിന്നു. എറിക്കയെ കാണിച്ച് ക്ലോയിയെ കൊണ്ട് ഒരു സാക്ഷിമൊഴി പറയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമായിരുന്നു ഷോണിന്റേത്. എറിക്ക വല്ലാതെ ഭയന്നു. ക്ലോയി താനാണ് വെടിവെച്ചതെന്ന് പറയുമോ എന്നുപോലും കൃത്യമായി അവളുടെ ഉള്ളിൽ ഉത്കണ്ഠ രൂപപ്പെട്ടു. പക്ഷേ തന്നെ രക്ഷിച്ച എറിക്കയോട് ക്ലോയിക്ക് വലിയ നന്ദി തന്നെയുണ്ടായിരുന്നു. ക്ലോയി പറഞ്ഞത് തനിക്കൊന്നും ഓർമ്മയില്ലെന്നും ഇവരാണോ വെടിവെച്ചതെന്ന് അറിയില്ല എന്ന മട്ടിലുമായിരുന്നു. ക്ലോയിക്ക് എറിക്കയെ നല്ല ഓർമ്മയുണ്ടായിരുന്നെങ്കിലും എറിക്കയെ കുരുക്കിൽ കൊടുക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അതോടെ എറിക്ക സേഫായി. ഷോണിന് കൃത്യമായും എറിക്കയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ കൃത്യമായ തെളിവുകളില്ലാതെ ഒരു നടപടിയും എടുക്കാൻ ഷോണിന് സാധിക്കുകയുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഷോണിന് കേസിലൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. സബ്വേയിൽ വെച്ച് നടന്ന കൊലപാതകമുണ്ടല്ലോ, അതിന് സാക്ഷിയായ ഒരു വ്യക്തി അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ രീതിയിൽ രേഖാചിത്രം തയ്യാറായി. രേഖാചിത്രത്തിൽ വ്യക്തമായത് എറിക്കയുടെ രൂപമായിരുന്നു. പിന്നാലെ ഷോൺ എറിക്കയുടെ അപ്പാർട്ട്മെന്റിലെത്തി. അയാളുടെ പക്കൽ എറിക്കയിൽ നിന്ന് മുമ്പ് നഷ്ടപ്പെട്ട എൻഗേജ്മെന്റ് റിംഗും ഉണ്ടായിരുന്നു. പിന്നാലെ അക്രമി സംഘത്തിലൊരു വ്യക്തിയായിരിക്കണം ഈ എൻഗേജ്മെന്റ് റിംഗ് പണയം വെക്കാൻ ശ്രമിച്ചിരുന്നെന്നും അവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നും ഷോൺ എറിക്കയോട് പറഞ്ഞു. ഡേവിഡിനെ കൊലപ്പെടുത്തിയ തന്നെ ആക്രമിച്ച സംഘത്തിലെ ഒരു വ്യക്തി. എറിക്കയുടെ രോഷം ആളിക്കത്തുന്നുണ്ടായിരുന്നു. എറിക്കയ്ക്ക് ആ റിംഗ് തിരികെ ലഭിച്ചു. ഷോൺ ആ സമയം എറിക്കയോട് പറഞ്ഞു, നിങ്ങളെ ആക്രമിച്ച വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുവാൻ എന്റെ കൂടെ ഒന്ന് വരണം. എറിക്ക അങ്ങനെ സ്റ്റേഷനിലെത്തി. റീഡ് എന്ന് പറഞ്ഞ അവരെ അറ്റാക്ക് ചെയ്തൊരു വ്യക്തിയെ അവിടെ വെച്ച് എറിക്ക കണ്ടു. പക്ഷേ
ഇവരൊന്നുമല്ല അറ്റാക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരുകയായിരുന്നു ഇറിക്ക ചെയ്തത്. എല്ലാം തന്റെ കയ്യിലേക്ക് നേരിട്ടെടുത്ത് തന്റെ ഡേവിഡിനെ കൊന്നവർക്ക്, തന്നെ ആക്രമിച്ചവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇറിക്ക തീരുമാനിച്ചിരുന്നു. ഇറിക്ക തന്റെ രീതിയിൽ അന്വേഷണം ആരംഭിച്ചു. പണയം വെച്ചു എന്ന് പറയപ്പെടുന്ന കടയിൽ ചെന്ന് മോതിരം കാട്ടി അതാരാണ് പണയം വെച്ചത് എന്ന വിവരം ഇറിക്ക ചോദിച്ചറിഞ്ഞു. ആദ്യം അയാളൊന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും ഇറിക്ക പണം കൊടുത്തപ്പോ പണയം വെച്ച വ്യക്തിയുടെ അഡ്രസ് അടക്കം കൊടുക്കാൻ അയാൾ തയ്യാറായി. ഇറിക്ക അങ്ങനെ ആ അഡ്രസ്സിലേക്ക് ചെന്നു. ഷോണ എന്ന ലേഡിയായിരുന്നു ആ മോതിരം പണയം വെച്ചിരുന്നത്. ഷോണയാകട്ടെ അവളെ അറ്റാക്ക് ചെയ്ത ഒരു അറ്റാക്കറിന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇറക്ക പിന്നാലെ ഷോണയെ എതിരിടുകയാണ്. ഷോണയ്ക്കടുത്ത് നിന്റെ ബോയ് ഫ്രണ്ട് എവിടെയെന്ന് ഇറക്ക ചോദിച്ചു. ഷോണ ഭയന്നിരുന്നു. ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഇറക്കയ്ക്ക് മടങ്ങേണ്ടിയും വന്നു. അന്ന് തിരികെ പോകുമ്പോ ഇറക്കയ്ക്കൊരു വീഡിയോ ഫുട്ടേജ് കിട്ടി. ഇറക്കയെയും ഡേവിഡിനെയും ആക്രമിക്കുന്ന സമയത്ത് പകർത്തപ്പെട്ട ആ ഫുട്ടേജ് ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു അത് കണ്ടതും ഇറക്കാകെ തകർന്നു പോകുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ അവളുടെ ഉള്ളിലെ പ്രതികാര ബുദ്ധിയും ആളിക്കത്തി. ആ വീഡിയോ ഇറക്ക ഷോണിനയച്ചു. കൂട്ടത്തിൽ ഒരു ഗുഡ് ബൈ മെസ്സേജും. ഷോൺ അത് കണ്ട് വല്ലാതെ ഭയന്നിരുന്നു. ഇറക്ക എല്ലാം തന്റെ കൈകൊണ്ട് തീർക്കാൻ പോവുകയാണ് എന്ന് ഷോൺ മനസ്സിലാക്കി. അന്ന് അവളെ ആക്രമിച്ച ഗ്യാങ് എവിടാണ് ഒത്തുകൂടുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഷോൺ അങ്ങോട്ടേക്ക് വെച്ചുപിടിക്കുകയാണ്. മറുവശത്ത് വീഡിയോയിലടക്കം കിട്ടിയ വിവരങ്ങളിലൂടെ ആ ഗ്യാങ് എവിടെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ഇറിക്ക അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഒരു പഴയ ബിൽഡിംഗിലേക്കായിരുന്നു ഇറിക്ക എത്തിച്ചേർന്നത്. അവിടെ തന്നെ ആക്രമിച്ച് ആ 3 പേരും ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കടന്നു ചെന്ന് ഇറിക്ക ഒട്ടും മടിച്ചില്ല. കൂട്ടത്തിൽ ഒരാളെ വെടിവെച്ചു കൊന്നു. അതോടെ മറ്റു 2 പേരും ഭയന്നോടാൻ ആരംഭിച്ചു. ഇറക്ക അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്റെ നായയെയും കൊണ്ടുവന്നിരുന്നു. ഇറക്ക നായയെ ഒരക്രമിയുടെ പിന്നാലെ വിട്ടു. അയാൾ നായയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇറക്ക എത്തിച്ചേർന്നിരുന്നു. ഒട്ടും മടിക്കാതെ അയാളെ വകവരുത്തി. പിന്നാലെ ഇറക്ക അവസാനത്തെ അക്രമകാരിയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. പക്ഷേ മറന്നു നിന്നവൻ ഇറക്കയ്ക്ക് പിന്നിൽ ചാടി വീഴുകയും ഇറക്കയെ മെറ്റൽ ബാർ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ഉണ്ടായി. ഭാഗ്യവശാൽ അയാൾ ഇറക്കയെ എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പേ അങ്ങോട്ടേക്ക് ഷോൺ എത്തി. തോക്കു ചൂണ്ടി കടന്നു വന്ന ഷോൺ ആക്രമകാരിയെ ബന്ദിയാക്കി നിർത്തി. ഇറക്ക തന്റെ തോക്കെടുത്തു. പക്ഷേ ഷോൺ ഇറക്കയെ തടഞ്ഞു നിർത്തി. നീതി ഒരിക്കലും ഇങ്ങനല്ല നടപ്പാക്കേണ്ടത്, അത് നിയമത്തിലൂടെ വേണം നടപ്പിലാക്കാൻ എന്നായിരുന്നു അയാൾ പറഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെ അതിനെ സമ്മതിച്ച് തന്റെ തോക്ക് ഷോണിനടുക്കലേക്ക് ഇറക്ക കൈമാറി. പക്ഷേ ആ സമയമാണ് ഒന്ന് സംഭവിച്ചത്. ഷോൺ തന്റെ തോക്കെടുത്ത് ഇറക്കക്ക് കൊടുത്തു. ഇനി ഇത് നിയമമാണ്. ആ തോക്കുകൊണ്ട് അവനെ അങ്ങ് കൊന്നേക്കാൻ പറഞ്ഞു. ഇറക്ക അതിശയത്തോടെ ഷോണിനെ നോക്കി. പിന്നെ ഒട്ടും മടിച്ചില്ല. ഷോണിന്റെ തോക്കുകൊണ്ട് ആക്രമകാരിയെ വെടിവെച്ചു കൊന്നു. ഇറക്കയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഷോൺ തീരുമാനിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇറക്കയ്ക്ക് അതൊക്കെ ചെയ്യേണ്ടി വന്നത്, നിയമം എത്ര വീക്കാണ് എന്ന് ഷോണിന് അറിയാമായിരുന്നു. ഷോൺ അതുകൊണ്ട് ഇറക്കയുടെ ഒരു പ്ലാൻ പറഞ്ഞു. ഇറക്കയുടെ തോക്കുകൊണ്ട് അയാളുടെ കയ്യിലേക്ക് വെടിയുതിർക്കാനും പിന്നാലെ ആ തോക്ക് അക്രമകാരിയുടെ കയ്യിൽ വെച്ചു കൊടുക്കാനും ഷോൺ നിർദ്ദേശിച്ചു. ഇറക്ക ആദ്യം മടിച്ചെങ്കിലും ഷോൺ നിർബന്ധിച്ചപ്പോ ഇറക്ക അത്തരത്തിൽ പ്രവർത്തിച്ചു. അതോടെ ഇറക്കയെ രക്ഷപ്പെടുത്താൻ വന്ന ഷോൺ ഷൂട്ടൌട്ടിൽ കൊലപ്പെടുത്തിയതാണ് ബാക്കിയുള്ളവരെ എന്ന തരത്തിലേക്ക് ഷോൺ കേസ് മാറ്റി. മുമ്പ് നടന്ന കൊലപാതകങ്ങൾ ആ അക്രമകാരികളുടെ തലയിൽ കെട്ടിവെച്ച് ഇറക്ക രക്ഷപ്പെടുകയും ചെയ്തു. ഇറക്ക പിന്നാലെ അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങി. ഇറക്കയ്ക്കൊപ്പം അവളുടെ നായുമുണ്ടായിരുന്നു. മുമ്പോട്ട് നടന്നു നീങ്ങുന്നത് സെൻട്രൽ പാർക്കിലെ അവൾ ആക്രമിക്കപ്പെട്ട അതേ ഇടത്തൂടെയായിരുന്നു. ഇറക്കയ്ക്കെന്ന് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെട്ടു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.